കൂടി ചേരുകയാണ്. ശ്രീ ജിൻഡോ, ഇവിടെ ഈ ചർച്ച ആരംഭിക്കുന്നതിന് മുമ്പ് ഞാനും ഡോക്ടർ മോഹൻ വർഗീസ് സാറും തമ്മിൽ സംസാരിച്ചത് തന്നെ എത്രയോ തവണയായി പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുന്നു. ഈ കലണ്ടർ വർഷം ഇത് 5ാമത്തെ തവണയെന്ന് ഞങ്ങൾക്ക് എണ്ണിയെടുക്കാൻ സാധിച്ചു. ഇനിയിപ്പോൾ വിട്ടുപോയിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും തുടർച്ചയായി 4 തവണ അദ്ദേഹം വന്നു എന്നതിൽ തർക്കമില്ല. ഇനി തിരുവനന്തപുരത്തേക്കും പാലക്കാട്ടേക്കുമെല്ലാം തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം അദ്ദേഹം എത്തുകയും ചെയ്യുന്നുണ്ട്. അവിടെയാണ് ഈ 400 എന്ന NDA ലക്ഷ്യം വയ്ക്കുന്ന നമ്പർ, 370 എന്ന് BJP അവകാശപ്പെടുന്ന നമ്പർ, അതിന് കേരളം കൂടി വേണം എന്ന ബോധ്യം BJPക്കുണ്ട്, ആ തിരിച്ചറിവുണ്ട്. അതുകൊണ്ട് തന്നെ കേരളം കൃത്യമായി ലക്ഷ്യം വയ്ക്കുമ്പോൾ നഷ്ടം ഉണ്ടാകുന്നുവെങ്കിൽ അത് തീർച്ചയായും കോൺഗ്രസിനായിരിക്കും. ഇപ്പോൾ തന്നെ നമുക്കറിയാം ആന്റണിയുടെ പരാമർശത്തെക്കുറിച്ച് അധികം അദ്ദേഹം വാചാലനായില്ല എന്നെനിക്ക് തോന്നുന്നു. അത് വിട്ടുപോയതാണോ എന്നും അറിയില്ല. ഒരു പക്ഷേ അതിനെ ആളിക്കത്തിക്കുന്ന തരത്തിലേക്കൊക്കെ പോകും എന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. എന്തായാലും കൃത്യമായി കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന വോട്ടുകളെ അടർത്തിയെടുക്കുവാനുള്ള നീക്കങ്ങൾ BJP നടത്തുന്നത് തന്നെയല്ലേ മോദിയുടെ വാക്കുകളിലും പ്രതിഫലിച്ചത്? അഭിലാഷ്, അതില് അദ്ദേഹം ഇക്കാലങ്ങളിൽ മുഴുവൻ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സമയത്തും അല്ലാത്തപ്പോഴൊക്കെ ജനങ്ങളെ അഡ്രസ്സ് ചെയ്യുമ്പോൾ സംസാരിക്കുന്ന കുറേ ഗീർവാണങ്ങളിൽ അപ്പുറം അതിനപ്പുറത്ത് മാറ്റമൊന്നും കാണാൻ നമുക്ക് സാധിക്കില്ല. കാരണം ഇത് സ്ഥിരം പരിപാടിയാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ശൈലി നോക്കിക്കോ. മുൻപ് 10 വർഷങ്ങൾക്ക് മുമ്പ് ഭരിച്ച കോൺഗ്രസ് ഗവൺമെന്റിനെ ആക്ഷേപിക്കുക, കോൺഗ്രസിലെ ഗാന്ധി കുടുംബത്തെ ആക്ഷേപിക്കുക, കേരളത്തിൽ വരുവാണെങ്കിൽ ഏത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയതെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തള്ളിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഇതൊക്കെ അറിയാവുന്ന പ്രധാനമന്ത്രി, കൃത്യമായിട്ട് അറിയാവുന്ന പ്രധാനമന്ത്രി കേരളത്തിൽ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്വർണ്ണക്കടത്ത് നടത്തിയെന്ന് തൃശ്ശൂർ പ്രസംഗിച്ചു, ഇന്നും പ്രസംഗിക്കുന്നു. എന്നിട്ടും ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല. ഇതേ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള ED അന്വേഷണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തുടങ്ങിയതാ. നാളിതുവരെ ആ ED അന്വേഷണം മുന്നോട്ട് പോയതായിട്ട് നമുക്ക് ആർക്കും അറിയില്ല. SFI അന്വേഷണം വരുമ്പോൾ അതിനെ തടയാൻ വേണ്ടിയിട്ട് വീണ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് ഫയൽ ചെയ്തില്ലെങ്കിൽ ഈ കഥ പോലും നമ്മൾ പുറത്തറിയില്ല. അപ്പൊ കേരളത്തിൽ വന്ന് നരേന്ദ്രമോദി പറയുന്നതിലൊന്നും യാതൊരു കാര്യവുമില്ല. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ ഒരുപാട് വട്ടം കേട്ടിട്ടുള്ളതാണ്. പിന്നെ താങ്കൾ പറഞ്ഞൊരു കാര്യം, അത് ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ആണ്. ആന്റണിയുടെ പരാമർശത്തെക്കുറിച്ച് നരേന്ദ്രമോദി പരാമർശിക്കാതെ പോയത്. അത് പരാമർശിച്ചാൽ അതിനേക്കാൾ വലിയ കേരളത്തിലെ BJP നേതാക്കന്മാര് കേസ് കൊടുക്കും, മറ്റാണ് മറിച്ചാണ്, രാജ്യദ്രോഹ കുറ്റമാണെന്നൊക്കെ പറഞ്ഞാലും നരേന്ദ്രമോദിക്ക് ഈ K. സുരേന്ദ്രനേക്കാളും കുറച്ചുകൂടി ബുദ്ധിയുണ്ടെന്ന് നമ്മളൊക്കെ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം അത് പരാമർശിക്കാതെ പോയത്. ആന്റണി പറഞ്ഞ കാര്യം പരാമർശിച്ചാൽ BJPയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ആയിരുന്ന അന്നത്തെ കാശ്മീർ ഗവർണർ സത്യപാൽ മാലിക്കിനെതിരെയായിരിക്കണം ആദ്യത്തെ കേസെടുക്കേണ്ടത്. അദ്ദേഹം ഇനിയും പലതും വിളിച്ചു പറഞ്ഞാലോ എന്ന് ഭയമുള്ളത് കൊണ്ടാണ് കേന്ദ്ര BJP നേതൃത്വം അതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും പറയാതെ പോയത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പുൽവാമയും അതിനുശേഷം നടന്ന ബാലാക്കോട്ടിൽ ആർക്കെതിരെ ആര് നടത്തിയെന്ന് ആർക്കും അറിയാത്ത ഒരു അക്രമത്തെ കുറിച്ചിട്ട് ഒക്കെ പറഞ്ഞ് അഭിമാനം കൊണ്ട ആളുകളാണ്. പട്ടാളത്തിന്റെ പേരിലൊക്കെ അഭിമാനം കൊണ്ട ആളുകളാണ്. എനിക്ക് മുമ്പ് സംസാരിച്ച മോഹൻ വർഗീസ് സാറൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ മണിപ്പൂരുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവിടെ കാർഗിൽ യുദ്ധവീരന്റെ ഭാര്യയെ നഗ്നയാക്കി തെരുവിലൂടെ നടത്തിയ വിഷയത്തെക്കുറിച്ചൊന്നും ഒരിക്കൽ പോലും അഡ്രസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് പത്തനംതിട്ട പോലൊരു സ്ഥലത്ത് നിന്ന് ക്രിസ്ത്യാനികൾക്ക് നേരിടുന്ന വലിയ പ്രതിസന്ധികളെ കുറിച്ചിട്ട് പറയുക. ഇതേ സംഘപരിവാർ സംഘടന അദ്ദേഹം അഡ്രസ് ചെയ്യുന്ന, അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന RSS ഉൾപ്പെടെയുള്ള സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്തു നിന്ന് അതിരൂക്ഷമായിട്ടുള്ള കെടുതികൾ ക്രിസ്ത്യൻ സംഘടനകളും മിഷണറിമാരും സ്ഥാപനങ്ങളും ഒക്കെ നോർത്ത് ഇന്ത്യയിൽ നേരിടുന്നുണ്ട്. അതിനൊന്നും എതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. എത്രയോ ക്രിസ്ത്യൻ പള്ളികൾ ആക്രമിക്കപ്പെട്ടു. മണിപ്പൂരിൽ പോലും 250-ലധികം പള്ളികൾ ആക്രമിക്കപ്പെട്ടു. 10,000-ഓളം ആളുകൾ പലായനം ചെയ്യപ്പെട്ടു. 100 ആളുകൾ മരണപ്പെട്ടു. അതിൽ എന്ത് നടപടിയെടുത്തു? നാളിതുവരെ ഇന്ത്യൻ പ്രധാനമന്ത്രി മണിപ്പൂരിലൊന്നും സന്ദർശിക്കുക പോലും ചെയ്തിട്ടില്ല. ഇദ്ദേഹം ഈസ്റ്ററിന് ആശംസ നേർന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കത്തോലിക്ക പുരോഹിതന്മാരെ കണ്ട് സൗഹൃദം പങ്കിട്ടത് കൊണ്ടോ ഒന്നും കത്തോലിക്കർ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്ന ഇന്ത്യയിലെ പ്രശ്നങ്ങളൊന്നും അഡ്രസ് ചെയ്യപ്പെടുന്നില്ല. അത് ഒരു ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്ന ഭരണകർത്താവ് എന്നുള്ളതിൽ അദ്ദേഹം എന്ത് നിലപാട് സ്വീകരിച്ചു എന്ന് വിലയിരുത്തിക്കൊണ്ടായിരിക്കും കേരളത്തിലെ സാമാന്യ ബുദ്ധിയുള്ള മുഴുവൻ ന്യൂനപക്ഷ വിഭാഗക്കാരും വോട്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് അദ്ദേഹം വന്ന് ഈസ്റ്റർ നേർന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും നടക്കാൻ പോകുന്നില്ല. എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ഈ പ്രാവശ്യവും ഈസ്റ്റർ ഞായർ കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മുഴുവൻ അത് ആഘോഷിക്കും. നരേന്ദ്രമോദി ആശംസ നേർന്നുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും നടക്കില്ല. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഡൽഹി അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ തകർക്കപ്പെട്ട പള്ളികൾക്ക് അതിന് പകരം എന്ത് നൽകാൻ
എന്ത് ആശ്വാസം നൽകാൻ ഈ ഗവൺമെന്റിന് സാധിച്ചു എന്നുള്ള ചോദ്യം നിൽക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ നമ്മൾ പറഞ്ഞല്ലോ, ആദിവാസികൾ, ദളിത് വിഭാഗങ്ങൾ, ന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകൾ, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വീടുകൾ ഇടിച്ചേർന്ന ബുൾഡോസർ രാഷ്ട്രീയം, ഇങ്ങനെ നിരവധിയായിട്ടുള്ള വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങളൊക്കെ അഡ്രസ് ചെയ്യാൻ അദ്ദേഹം വന്നത് എവിടെയാണ്? പത്തനംതിട്ടയിലാണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? അനിൽ ആന്റണിക്ക് വേണ്ടിയിട്ടാണ്. അനിൽ ആന്റണിയോ പത്മജ വേണുഗോപാലോ കോൺഗ്രസിൽ നിന്ന് പോയതുകൊണ്ടോ, PC ജോർജിനെ പോലുള്ള ആളുകൾ BJP ലയിച്ചത് കൊണ്ടോ, BJPക്ക് അകത്ത് അന്തർചിത്രങ്ങൾ കൂടി എന്നുള്ളതിനേക്കാൾ അപ്പുറം മറ്റൊരു ഇമ്പാക്റ്റും കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം PC ജോർജ് ചെന്ന് തൊട്ടടുത്ത ദിവസം തന്നെ BDJS-ഉമായിട്ട് തർക്കം രൂക്ഷമായി പരസ്യ അഭിപ്രായ പ്രകടനങ്ങളിലേക്ക് പോകുന്നു, വിഴുപ്പളകളിലേക്ക് പോകുന്നു. അനിൽ ആന്റണിയെ പോലെ, പത്മജ വേണുഗോപാലിനെ പോലെ, അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ പോലുള്ള ആളുകൾക്ക് അമിത പ്രാധാന്യം കിട്ടുകയും സ്ഥാനാർത്ഥിത്വം കിട്ടുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് BJP-യിലെ തന്നെ മുതിർന്ന നേതാക്കന്മാർ കലാപക്കൊടി ഉയർത്തുന്നു, പലരും രാജിവെക്കുന്നു, പലരെയും പുറത്താക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. അപ്പൊ BJP-ക്കാണ് ഇവിടെ വലിയ പേടി ഉണ്ടാകുന്നത്. 400 തികയ്ക്കുമെന്ന് മോദി പറയുമ്പോൾ ആ 400-ൽ കേരളത്തിൽ നിന്നൊന്നും കിട്ടില്ല. മാത്രമല്ല, നോർത്ത് ഇന്ത്യയിൽ മാത്രം മൊത്തത്തിൽ പറക്കിയാൽ പോലും 400 തികയില്ല. അപ്പൊ പിന്നെ ഇതൊക്കെ വെറുതെ ബടായി അടിക്കുന്നതാണ്. അതിനപ്പുറത്തൊരു പൊളിറ്റിക്സ് നമ്മൾ കാണേണ്ടതില്ല എന്നാണ് എന്റെ അഭിപ്രായം. റൈറ്റ്, ഞാൻ താങ്കളിലേക്ക് വരാം. ഡോക്ടർ മോഹൻ വർഗീസ്,